ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദിവസമായിട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ലാഗായിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ കാരണമൊന്നുമില്ല, അങ്ങനെ നോമ്പാണ്, പിന്നെ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ബേബീസൊക്കെ ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര ടെററാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. വീഡിയോസ് എടുത്താൽ മാത്രം പോരല്ലോ, അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ എനിക്ക് മടിയും പാടാണ്. പിന്നെ എന്നെക്കാൾ നിർബന്ധം അവിടെ ഇരിക്കണം മൂപ്പർക്കട്ടെ. എപ്പോൾ വിളിച്ചാലും വീഡിയോസ് ഒന്നും എടുത്തില്ലേ വീട്ടിലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഫയറല്ല എന്നെ ഇങ്ങനെ വോയിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച് തന്നെയാണ്. അപ്പോൾ എന്നാലും അപ്പം ഇപ്പം ആദ്യം അതിലിട്ട് പോകാനും തോന്നൂല, എന്നായിട്ട് എടുക്കാനും ആ ഒരു ഇതിലാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നമ്മളെ ബേബീസിൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ പേര് പേഴ്സണലായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബേബീസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ പിന്നെ നോമ്പൊക്കെ കഴിയാനായല്ലോ അല്ലേ, എല്ലാവർക്കും നോമ്പൊക്കെ റാഹത്തായിട്ട് തന്നെ പോയി എന്ന് തന്നെ കരുതുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര ചൂടാണല്ലേ, എന്താ എല്ലാതും പഠിച്ചവൻ്റെ കൃപ കൊണ്ട് ഏതായാലും നോമ്പൊക്കെ ഏകദേശം എല്ലാവർക്കും എത്തിച്ച് കിട്ടിയല്ലോ അല്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ ബേബീസ് ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് 1 വയസ്സും 1 മാസമൊക്കെ ആയിട്ട് ഏകദേശം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഫുഡ് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മളെത്ര വോയിസ് ചെയ്ത് കൊടുത്തിട്ടും കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് നമ്മൾ നോമ്പെടുക്കുന്നതുകൊണ്ട് തന്നെ ഫീഡൊക്കെ കുറവായതല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അവർക്കുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബേബീസ് ഇപ്പോൾ പിടിച്ച് നടക്കുന്നുണ്ട്, ഒരാൾ പിടിക്കാതെ നിൽക്കുന്നുണ്ട്, 2-3 അടിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നു ബേബിയാണ് പിടിക്കാതെ 2-3 അടിയൊക്കെ വെച്ച് നോക്കുന്നത്. എല്ലാത്തിലും ഫസ്റ്റ് നമ്മൾ അന്നു ബേബിയാണ്. പക്ഷേ നടത്തത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നത് അന്നു ബേബി മുന്നിൽ ചാടുന്നൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര അടിയാണ് രണ്ടാളും. ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മറ്റാളെ വിളിച്ചുണർത്തും, അങ്ങനെയൊക്കെ കേട്ടോ. സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണർത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരാൾ ഞാൻ ബെഡ് കിടത്തണമെങ്കിൽ ഒരാളെ തൊട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ കിടത്താറുള്ളത്. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, തൊട്ടിൽ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിലാണ് കേട്ടോ AC ഉള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് മുകളിൽ കിടക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ താഴെ തന്നെ കിടക്കാറുള്ളത്. അവിടെ AC ഇല്ല. അപ്പോൾ ഫാന് ഇതൊക്കെ ആയതുകൊണ്ട് തൊട്ടിൽ അധികം ഉറങ്ങൂല. അയിനു ബേബീനെയാണ് കൂടുതലും തൊട്ടിൽ കിടത്തൽ. അയിനു ബേബി തൊട്ടിൽ പെട്ടെന്ന് ചാടും. അപ്പോൾ പിന്നെ അയിനു ബേബീനെയാണ് കിടത്താറുള്ളത് കേട്ടോ. ഇടയ്ക്കെടുത്തിട്ട് ഫീഡ് ചെയ്യും, ഇടയ്ക്ക് ഉണരും കേട്ടോ ആൾ. ചിലപ്പോൾ ഉണർന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ തന്നെ കിടക്കും. പിന്നെ അസിമോളും ഞാനും അയിനു ബേബി എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര ചൂടുമല്ലേ, തിങ്ങി കിടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഭയങ്കര അടിയും കാര്യങ്ങളുമാണ്. രണ്ടാൾക്കും പല്ലൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾക്ക് 4 പല്ല് വീതം വന്നിട്ടോ. ഭയങ്കര കടിയൊക്കെയാണ് ആൾക്കാർ തമ്മിൽ. എങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കണ്ണ് തെറ്റിയ കടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അയിനു ബേബി ഉമ്മാന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ, ഇങ്ങനെ ഉമ്മ വിളിച്ച് തുടങ്ങിയാണ്. അപ്പോൾ അതൊക്കെ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ മറ്റാളും അതേപോലെ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ആ തന്നെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് അതേപോലെ തന്നെ ഒപ്പിച്ചിട്ട് മറ്റാളും എന്നുള്ള ഭയങ്കര രസമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇതിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വിടാം. അപ്പോൾ നമ്മളൊരു നോമ്പ് പകുതിയൊക്കെ ആയപ്പോഴത്തേനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ. നൈറ്റ് വിട്ട് പോയ ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നെ പോകാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കാരണം ഈ പെരുന്നാളിനും ഫസ്റ്റ് ടൈമാണ് ഈ നോമ്പിനൊന്നും കുഞ്ഞുട്ടാക്കില്ല. അപ്പോൾ കുഞ്ഞുട്ടാക്കളുണ്ടാകുമ്പോൾ നമുക്ക് അവരെ കൂടെ പോയിട്ട് എടുക്കാനും ചെയ്യാനൊക്കെ സുഖമാണല്ലോ. ഇതിപ്പോൾ നോമ്പിന് കുഞ്ഞുട്ടാക്കില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ ബേബീസൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർ രണ്ടാളെയും കൂടെ കൊണ്ടുപോകാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ നോമ്പിന് നമ്മൾ ഈ സമയത്തൊക്കെ അവിടെ ഇക്ര ഹോസ്പിറ്റലിലാണ്. അതൊന്നും ആലോചിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മളെ മോനുണ്ടായിരുന്നു നമ്മളെ കൂടെ. അവനെ നമുക്ക് നോമ്പ് 25-നായിരുന്നു അവനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്നത്. അപ്പോൾ അവനെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഫസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞ വർഷത്തെ ചെറിയ പെരുന്നാളിന് അവന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അന്നു ബേബീനെ അന്ന് വൈകുന്നേരമാണ്, പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരമായിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഫീലാട്ടോ.
അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ ബേബീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ ഇൻഷാ അല്ലാഹ് പെരുന്നാളിൻ്റെ തലേന്നുള്ളതും പിന്നെ പെരുന്നാളിൻ്റെ അന്നൊക്കത്തെ വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ കുഞ്ഞിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ എനിക്കൊരു ഇതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് കുഞ്ഞിട്ടൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഉഷാറാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുതിയ വീഡിയോസിന് എന്തൊക്കെ കണ്ടൻറ്റൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിച്ച് വെച്ച് തുടങ്ങണമല്ലോ, പിച്ച് വെച്ച് തുടങ്ങാൻ കുറേ ആയി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മളിങ്ങനെ ലാഗായി പോകുന്നതുകൊണ്ട് കണ്ടൻറ്റൊന്നും അങ്ങനെ കിട്ടണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.